ഇവിടെ ചെനാബ് പാലം ഭാരതത്തിന്റെ പുരോഗതിയുടെ തെളിവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജമ്മു കാശ്മീരിൽ പുതിയ വികസന പാതയാണ് തുറന്നത്. രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഉദാഹരണമാണിതെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 46,000 കോടിയുടെ വികസന പദ്ധതി. അത് കശ്മീരിൽ മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗങ്ങളും എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ വികസന പദ്ധതികളാണ്, നിരവധി വികസന പദ്ധതികൾ. അത് വ്യാവസായികപരമായിട്ടാണെങ്കിലും മറ്റ് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ഏത് പദ്ധതികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് നാന്ദി കുറിക്കുന്ന അല്ലെങ്കിൽ ഊന്നൽ നൽകുന്ന പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇത് ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ഐക്യമാണ് രാഷ്ട്രത്തിൻ്റെ കരുത്ത്. അത് എല്ലാ മേഖലയും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും എല്ലാ തരത്തിലും ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതം കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഓരോ തുടിപ്പുകളും എങ്ങനെയാണ് പ്രധാനമന്ത്രി ഇന്നത്തെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്? KP കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം നാഴികക്കല്ലാകുന്ന പദ്ധതിയാണ് ഇന്നിപ്പോൾ ഉധംപൂർ ശ്രീനഗർ ബാരാമുല്ല റെയിൽവേ ലിങ്ക് പദ്ധതി എന്ന് പറയുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജമ്മു കശ്മീരിൻ്റെ താഴ്വരയിലേക്ക് ചൂളം വിളികൾ എത്തുകയാണ്. കാരണം ഇത്രയും കാലം ശ്രീനഗറിൽ റെയിൽ കണക്ടിവിറ്റി ഉണ്ട്, ജമ്മുവിലുണ്ട് എങ്കിൽ പോലും ഈ ജമ്മു കശ്മീരിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങൾ, തലസ്ഥാന നഗരികളായിട്ടുള്ള രണ്ടെണ്ണം, ശ്രീനഗറും ജമ്മുവും, ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റെയിൽ കണക്ടിവിറ്റി ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നത് കശ്മീർ താഴ്വരയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ സമ്പദ്ഘടനയെയും അല്ലെങ്കിൽ അവരുടെ ടൂറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയൊക്കെ ദോഷകരമായി ബാധിച്ചിരുന്നു. അതിനാൽ ഇന്നിപ്പോൾ ഈ റെയിൽ കണക്ടിവിറ്റി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി കശ്മീർ താഴ്വരയെ ബന്ധപ്പെടുത്തുകയാണ്. അത് സാമ്പത്തികമായും ടൂറിസം ഉൾപ്പെടെയുള്ള കശ്മീരി ജനതയുടെ അവരുടെ ജീവിത ഉപാധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് കുതിപ്പ് പകരുന്നു എന്നതിനൊപ്പം തന്നെ സൈനികമായും അത് വലിയ തോതിലുള്ളൊരു നേട്ടം തന്നെയാണ്. കാരണം നമുക്കറിയാം ജമ്മു കാശ്മീർ വർഷങ്ങളായി തന്നെ പാകിസ്ഥാൻ അവരുടെ ഒളിയുദ്ധം ഭാരതത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഴൽ യുദ്ധത്തിന് എപ്പോഴും വേദിയാക്കുന്ന ഒരു സംസ്ഥാനമാണ്. നിയന്ത്രണ രേഖയാണെങ്കിലും അതല്ലെങ്കിൽ ജമ്മു റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രാജ്യാന്തര അതിർത്തിയാണെങ്കിലും കടന്നു പോകുന്ന ഒരു സംസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. സ്വാഭാവികമായും അവിടെ വളരെ പെട്ടെന്ന് സൈനിക നീക്കത്തിന് നമ്മുടെ സൈന്യത്തിന് കഴിയുന്ന രീതിയിലുള്ള നിർമ്മാണം തന്നെയാണ് ഈ ചെനാബ് പാലത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കണം. അപ്പോൾ സൈനികമായാണെങ്കിലും അതെല്ലാം വാണിജ്യ വ്യവസായ രംഗത്ത് ജമ്മു കാശ്മീരിന് ഒരു വലിയ ഊന്നൽ നൽകുന്ന രീതിയിലാണെങ്കിലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നാഴികക്കല്ലായി മാറുന്ന പദ്ധതിക്കാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ അക്കാര്യം അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട്. ആധുനിക ഭാരതത്തിൻ്റെ ഇച്ഛാശക്തിയുടെയും കരുത്തിൻ്റെയും പ്രതീകമാണ് ചെനാബ് പാലവും. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഭാരതം ജമ്മു കാശ്മീരിലേക്ക് തുറന്നു കൊടുത്തിട്ടുള്ള ഈ റെയിൽവേ ലിങ്ക് പദ്ധതിയും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ജമ്മു കാശ്മീരിന് എത്രത്തോളം വലിയ പ്രാധാന്യം ഈ സർക്കാർ നൽകുന്നുവെന്ന സന്ദേശം അദ്ദേഹം ഒരിക്കൽ കൂടി നൽകുകയാണ്. 2019 ഓഗസ്റ്റ് 5-നാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ മരവിപ്പിക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ നിരവധി പദ്ധതികൾ ജമ്മു കാശ്മീരിൽ യാഥാർത്ഥ്യമാകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ വികസന പദ്ധതികൾ ജമ്മു കാശ്മീരിൽ എത്താതിരുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്നത് ഈ ആർട്ടിക്കിൾ 370 ആയിരുന്നു എന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ജവഹർലാൽ നെഹ്റുവും ഷെയ്ഖ് അബ്ദുള്ളയും ഒക്കെ ചേർന്ന് രൂപപ്പെടുത്തിയ കശ്മീരിൻ്റെ പ്രത്യേക അധികാരം ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ എഴുതി ചേർക്കുകയും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ, അത് അവിടുത്തെ നിയമസഭകൾക്ക് പ്രത്യേക അധികാരം, ആ സംസ്ഥാനത്തിന് പ്രത്യേക കോടി, അവിടെ പ്രത്യേക പ്രധാനമന്ത്രി ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം മറ്റ് സംസ്ഥാനങ്ങളിൽ കാണാത്ത രീതിയിലുള്ള അധിക അധികാരങ്ങൾ ജമ്മു കാശ്മീരിന് നൽകിയതിലൂടെ അവിടെ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുവാൻ മുൻപ് അധികാരത്തിലിരുന്ന സർക്കാരുകൾക്ക് സാധിച്ചിരുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമെന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ 370 ആയിരുന്നു. എന്നാൽ 2019 രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ആദ്യത്തെ ഏറ്റവും സുപ്രധാനമായ ചുവടുവെപ്പ് എന്നത് 2019 ഓഗസ്റ്റ് 5-ന് കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ നടത്തുകയും ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം മരവിപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി കേന്ദ്ര പദ്ധതികളുടെ ഒരു വലിയ പ്രഖ്യാപനം തന്നെ ജമ്മു കാശ്മീരിനെ തേടിയെത്തി. ഇന്ന് പ്രധാനമന്ത്രി ഖട്രയിൽ ഈ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. തൻ്റെ സർക്കാർ എന്താണ് ഈ കശ്മീരിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ വിശദീകരണം അദ്ദേഹം നൽകി. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളായിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജനയും അതോടൊപ്പം തന്നെ ഗരീബ് കല്യാൺ അന്ന യോജനയും അതല്ലെങ്കിൽ ഉജ്ജ്വല യോജനയും ഒക്കെ
പോലെയുള്ള ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതികൾ നമുക്കറിയാമത് 2014 മുതൽ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള പദ്ധതികളാണ്. ആ പദ്ധതികൾ എങ്ങനെ ജമ്മു കാശ്മീരിലേക്ക് കടന്നു വന്നു എന്നതിനെപ്പറ്റി പ്രധാനമന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ കശ്മീരിന് മാത്രമായി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുണ്ട്. അത് എയിംസ് ആണെങ്കിലും മെഡിക്കൽ കോളേജുകളാണെങ്കിലും നല്ല റോഡുകളും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചനാബ് പാലമൊക്കെ അടങ്ങുന്ന ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുല്ല റെയിൽവേ ലിങ്ക് പദ്ധതിയാണെങ്കിലും ഇതെല്ലാം മുൻപൊരിക്കലും കശ്മീരി ജനത കണ്ടിട്ടില്ലാത്തതാണ്. അതായത് 2019 മുൻപുള്ള അവിടുത്തെ സാഹചര്യം തോക്കുമേന്തി നടക്കുന്ന യുവത്വവും ഭാരതത്തിൻ്റെ സൈന്യത്തെ കല്ലെറിയുന്ന ചെറുപ്പക്കാരുമൊക്കെ ആയിരുന്നു അന്നത്തെ കശ്മീരിൻ്റെ പ്രതീകമെങ്കിൽ ഇന്നത് മാറുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ ഒരു നയാ കശ്മീർ അവിടെ രൂപപ്പെടുകയാണ്. പുതിയ കശ്മീർ രൂപപ്പെടുന്നു. ലോകത്തിൻ്റെ സ്വർഗമെന്ന് എഴുത്തുകാരും കവികളുമൊക്കെ പാടിപ്പുകഴ്ത്തിയ ജമ്മു കാശ്മീർ അത് ഒരു കാലത്ത് വെടിയൊച്ചകൾ ഗർജിച്ചിരുന്ന ഭീകരതയുടെ വിളനിലമായിരുന്ന ആ പ്രദേശം ഇന്ന് വികസനത്തിൻ്റെ പുതിയ പാതയിലേക്ക് കുതിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് നമ്മളിന്ന് ജമ്മു കാശ്മീരിൽ ലോകത്തിന്റെ സ്വർഗമായ ഈ ഒരു ജമ്മു കാശ്മീരിനെ കലാപഭൂമിയാക്കി മാറ്റാനുള്ള പാകിസ്ഥാന്റെ നീക്കം, ഭീകരരുടെ നീക്കം, അതിന് കൃത്യമായും ശക്തമായ മറുപടിയാണ് രാജ്യം ഓരോ ഘട്ടത്തിലും നൽകിയത്. പഹൽഗാം ഭീകരാക്രമണം, ബൈസൽവാലിയിലെ ആ തീവ്രവാദികളുടെ ഭീകരരുടെ ആക്രമണം അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അതിനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൃത്യമായ കണക്ക് ചൂണ്ടിച്ചുകൊണ്ട് അടിക്ക് തിരിച്ചടി, പ്രഹരത്തിന് അതിപ്രഹരം നൽകിക്കൊണ്ട് ഭാരതം കൃത്യമായും നയം വ്യക്തമാക്കിയിരുന്നു. ഇവിടെ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പുതിയ മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുമ്പോൾ ജമ്മു കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയെ അത് പരിപോഷിപ്പിക്കുന്നു. ടൂറിസം മേഖലയ്ക്ക് അത് വലിയ പരിവേഷം നൽകുന്നു. ഗൗതം പറഞ്ഞതുപോലെ തന്നെ സൈനികപരമായ മുന്നേറ്റത്തിനും അത് നിർണായക ഘടകമായി മാറുന്നു. അങ്ങനെ ജമ്മു കാശ്മീരിനെ ഭാരതത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും സമ്പുഷ്ടമായ ഒരു മേഖലയായി വാർത്തെടുക്കാനുള്ള കൃത്യമായ നിശ്ചയദാർഢ്യം അത് പ്രകടമാകുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലേ? KP അതുതന്നെയാണ്. അതായത് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ഈ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടന്ന രണ്ട് പ്രദേശങ്ങളാണ്. ഒന്ന് ജമ്മു കാശ്മീർ. നമുക്കറിയാം അവിടെ ഇസ്ലാമിക ഭീകരവാദത്തിന് വലിയ വേരുകൾ ഒരു കാലത്തുണ്ടായിരുന്നു. 1947 നമ്മുടെ രാജ്യത്തിൻ്റെ വിഭജനവുമായി ബന്ധപ്പെട്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ എന്നൊരു പുതിയ രാജ്യം രൂപപ്പെടുകയും ആ രാജ്യം ജമ്മു കാശ്മീരിലെ കശ്മീർ താഴ്വരയെ, മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള കശ്മീർ താഴ്വര അവരുടേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്തിന് മേൽ തുടർച്ചയായ സംഘർഷങ്ങൾ രൂപപ്പെടുത്തിയതുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ പാകിസ്ഥാനാണ് എന്ന വസ്തുത നമുക്ക് അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രദേശം ഏറ്റവും അധികം വിഘടനവാദം ഈ കശ്മീർ പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് വിഘടനവാദം നിലനിന്ന മറ്റൊരു പ്രദേശമാണ് നോർത്ത് ഈസ്റ്റ്. അത് നാഗാലാൻഡ് ആണെങ്കിലും അരുണാചൽ പ്രദേശ്, അസ്സാം, മണിപ്പൂർ, ത്രിപുര ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ സാഹചര്യം. ഈ രണ്ട് സ്ഥലങ്ങളിലും കേന്ദ്ര സർക്കാർ ഈ വിഘടനവാദത്തെ പൂർണ്ണമായി അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ എങ്ങനെ അവിടുത്തെ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു എന്നത് നമ്മൾ കൃത്യമായിട്ട് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇത് ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നോർത്ത് ഈസ്റ്റിലും ഇതേ സ്ട്രാറ്റജി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചത്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ 8 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട്. സിക്കിമും ഉൾപ്പെടുത്തിക്കൊണ്ട് അഷ്ടലക്ഷ്മിമാർ എന്നാണ് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി അദ്ദേഹം ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത്. നേരത്തെ നമുക്കറിയാം നോർത്ത് ഈസ്റ്റിനെ 7 സഹോദരിമാരെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ സിക്കിമിനെ കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ ആശയമാണ്. അങ്ങനെ അഷ്ടലക്ഷ്മിമാർ എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഈ നോർത്ത് ഈസ്റ്റിൻ്റെ മുഴുവൻ തലസ്ഥാന നഗരികളെയും ബന്ധിപ്പിക്കുന്ന ആ റെയിൽ കണക്ടിവിറ്റി വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചരിത്ര സംഭവമാണ്. കാരണം മുൻപ് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെയിൽ കണക്ടിവിറ്റി പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ ഒന്നും തന്നെ ഇല്ല. അവിടുത്തെ ആളുകൾ ട്രെയിൻ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ് അവിടെ ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അടുത്ത കാലത്ത് നമ്മൾ ഈ നാഗാലാൻഡ് തെരഞ്ഞെടുപ്പൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ നാഗാലാൻഡിലെ 2ാമത്തെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. അതിന് മുൻപ് 100 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ പണിത ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മണിപ്പൂരിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ആദ്യമായി തീവണ്ടിയിൽ കയറുന്നത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. അപ്പോൾ ഇത് പറഞ്ഞു വന്നത് ഈ വടക്കുകിഴക്കൻ മേഖല ഇപ്പോൾ പൊതുവെ ശാന്തമായിരിക്കുന്നു. അവിടെ വിഘടനവാദത്തിനുള്ള സ്പേസ് ഇല്ലാണ്ടായിരിക്കുകയാണ്. അതെങ്ങനെ ഇല്ലാണ്ടായി എന്ന് ചോദിച്ചാൽ കൃത്യമായി അവിടെ വികസനം എത്തിക്കാൻ തുടങ്ങി. രാജ്യത്തിൻ്റെ വിഭവങ്ങൾ തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന കൃത്യമായ ബോധ്യം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു. അതോടുകൂടി അവർ ഭാരതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തുകയാണ്. ഒരു കാലത്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭാരതത്തിൻ്റെ ദേശീയഗാനം ചൊല്ലാൻ പറ്റില്ലായിരുന്നു. അവിടെ ദേശീയ പതാക ഉയർത്താൻ കഴിയില്ലായിരുന്നു. അത്രത്തോളം വിഘടനവാദ ശക്തികൾക്ക് വലിയ സ്വാധീനമായിരുന്നു ആ സ്ഥലങ്ങളിൽ. ആ സ്വാധീനം
നഷ്ടപ്പെട്ടതിൻ്റെ കാരണം ഈ സർക്കാർ വന്നതിന് ശേഷം അവിടേക്ക് വലിയ തോതിലുള്ള വികസന പദ്ധതികൾ എത്തിക്കാൻ തുടങ്ങി എന്നതാണ്. മുൻപത്തെ സർക്കാരുകളുടെ ഒരു പ്രശ്നം നോർത്ത് ഈസ്റ്റൊക്കെ ചെറിയ പ്രദേശമാണ് എന്നതുകൊണ്ട് അവിടേക്ക് കാര്യമായ വികസനം നൽകുകയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ ഒരു പങ്ക് അവർക്ക് നൽകാനൊന്നും തയ്യാറായിരുന്നില്ല. കാരണം അവിടുത്തെ ആ പ്രദേശങ്ങളിലൊക്കെ എംപിമാരുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്, ലോക്സഭാ മണ്ഡലങ്ങൾ ചെറുതാണ്, പോപ്പുലേഷൻ കുറവാണ് എന്നൊക്കെയുള്ള രാഷ്ട്രീയമായ ചില വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് ആ പ്രദേശങ്ങളെ അവഗണിച്ചിരുന്നു. പക്ഷേ ഈ സർക്കാർ ആ പ്രദേശങ്ങളെ നമ്മുടെ മുഖ്യധാരയിലേക്ക് അടുപ്പിച്ച് നിർത്തുവാനായി ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത് കൃത്യമായ വികസന പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു എന്നതാണ്. ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ നമുക്ക് അതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പോലെ തന്നെ വിഘടനവാദം പത്തിവിടർത്തിയാടിയ മറ്റൊരു സ്ഥലമാണ് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലും ഇപ്പോൾ കാണുന്നത് കൃത്യമായ വികസന പദ്ധതികൾ അവിടെ നടപ്പാക്കുന്നതിലൂടെ കശ്മീരിൻ്റെ പുതിയ തലമുറയെ, ഒരുപക്ഷെ പഴയ തലമുറയിൽ ഒരു വലിയ വിഭാഗം തീവ്രവാദത്തിൻ്റെയും ഭീകരതയുടെയും അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെ കല്ലെറിയുന്നതിൻ്റെയും ഒക്കെ പുറകെ പോയിട്ടുണ്ടാകാം. പക്ഷേ പുതിയ തലമുറയെ പിടിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി അവിടെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിൽ ഈ സർക്കാർ വിജയിച്ചു എന്നത് ഒരു വസ്തുതയാണ്. അത് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. KP ഏതായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണർവിൻ്റെ ഒരു വലിയ മാറ്റം തന്നെയാണ് ജമ്മു കാശ്മീരിൽ ഉടനീളം പ്രകടമാകുന്നത്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലടക്കം അത് കൃത്യമായ രീതിയിൽ പ്രകടമാവുകയാണ്.